കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചു. 2 പേജുള്ള രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറി. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചത്. എസ് നന്ദഗോപാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നന്ദൻ, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത്? വിവരങ്ങൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. CJPയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ആണ് ഈ രാജി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജന്തർ മന്ദിറിലടക്കം CJP രാജ്യതലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവജനങ്ങൾ ഈ അക്രമങ്ങളുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ ഭാവിയെ കരുതിയാണ് താൻ രാജിവെക്കുന്നത് എന്നുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജിക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്തടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിഞ്ഞാടുന്നു. ഇതിലേക്ക് ഇത്തരം വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങളിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ കടന്നു കയറിക്കൊണ്ട് രാജ്യത്ത് അരാജകത്വം വിതയ്ക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നീചമായ പ്രവർത്തികൾ വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ മറവിൽ നടക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുമെന്നുള്ളതാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. അതായത് പോലീസ് അടക്കം കേസ് ചാർജ് ചെയ്യുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അത് ഗുരുതരമായി ബാധിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് താൻ രാജി സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ 2 പേജ് ഉള്ള രാജിക്കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ തൻ്റെ മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും അദ്ദേഹം ഈ രാജിക്കത്തിൽ നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു ഇന്ന് നടന്നത്. ഇന്ന് പ്രത്യേക ചർച്ച CJPയുമായി ഈ ഗവൺമെൻറ് പ്രതിനിധികൾ നടത്തിയിരുന്നു. ആ ചർച്ച കൂടി ഇതിന് ആധാരമായി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു പ്രധാനമായും CJP മുന്നോട്ട് വെച്ചത്. മറ്റ് ആവശ്യങ്ങളൊക്കെ CJP മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ സർക്കാർ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായപ്പോൾ CJP മുന്നോട്ട് വെച്ച ആവശ്യം കൂടി സർക്കാർ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയുടെ ഭാവി നശിപ്പിക്കരുത് എന്നുള്ള സങ്കല്പത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. ആര്യ. യെസ്, വ്യക്തമാണ്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.